ലോക്സഭാ തിരഞ്ഞെടുപ്പ് വാതിൽപ്പടിയിൽ എത്തി നിൽക്കുകയാണ്. ഇനി ആകെ ബാക്കിയുള്ള കാര്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ്. അത് ഏത് നിമിഷവും വരാം. ഈ മാസം തന്നെ വന്നുകൂടായികയില്ല, ഏറിയാൽ അടുത്ത മാസം. ഇത്തവണ കേരളത്തിൽ BJP വളരെ കരുതലോടെ നീങ്ങുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അത് കേരളത്തിലെ BJP നേതൃത്വത്തിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല. അത് നമുക്കറിയാം, തലയും വാലും ഇല്ലാത്ത കുറെ ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കളല്ല. അത് ജനസമ്മതിയുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ അടിത്തട്ടിൽ പിന്തുണയുള്ള ഒരു നല്ല നേതാവും കേരളത്തിൽ BJPക്ക് ഇല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ടാണല്ലോ ഓരോരുത്തരെ എഴുന്നള്ളിക്കുന്നത്, എന്തെങ്കിലും ക്ലച്ച് പിടിക്കാൻ പറ്റുമോ എന്ന്. പക്ഷെ BJPയുടെ കേന്ദ്ര നേതൃത്വവും RSSും വളരെ ബുദ്ധിപരമായി ഇക്കാര്യത്തിൽ നീങ്ങുന്നുണ്ട്. ചില ബുദ്ധി കേന്ദ്രങ്ങൾ, RSS കേന്ദ്രങ്ങൾ അതിൻ്റെ പിന്നിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വരികയും റോഡ് ഷോ നടത്തുകയും സമ്മേളനം നടത്തുകയും റാലി നടത്തുകയും ഒക്കെ ചെയ്തത്. BJPയുടെ കണക്ക് പ്രകാരം 2 ലക്ഷത്തോളം സ്ത്രീകൾ ഈ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൽ, മഹിളാ മോർച്ച മുൻകൈയെടുത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് BJPയുടെ കണക്ക്. അതെന്തുമായിട്ട് നല്ലൊരു ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം വോട്ടായിട്ട് മാറുമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം അതിന് പിന്നിൽ വേറെ പല പല ഘടകങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് 2ാം തവണയും ജയിച്ച് വന്ന് തുടർച്ചയായിട്ട് നരേന്ദ്രമോദി സർക്കാർ 3ാം തവണയും ജയിച്ചു വരുമെന്ന ഒരു വലിയ കാമ്പയിനിലൂടെ BJP രാമക്ഷേത്രത്തിൻ്റെ ഒരു പിൻബലത്തിൽ അതിൻ്റെ പ്രതിഷ്ഠ ഇതെല്ലാം വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ബിഗ് ബാങ് ആണ് BJPയെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിൽ എവിടെയും ഒരു സീറ്റ് പോലും ലോക്സഭയിലേക്ക് കിട്ടുന്നില്ലല്ലോ എന്ന വിഷയം കേരളത്തിലെ നേതാക്കന്മാർക്ക് ഇതൊന്നൊരു വിഷയമല്ല. കേന്ദ്ര BJP നേതൃത്വത്തിനും RSSനും അതൊരു വിഷയം തന്നെയാണ്. അതനുസരിച്ച് പല കരുക്കളും BJP നീക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് പലരെ, കുറച്ച് പേരെങ്കിലും BJPയിലേക്ക് അടുപ്പിക്കുക, അതിലെ ചങ്ങാത്തം കൂടുക. മുസ്ലിം സമൂഹം നിൽക്കില്ല എന്നറിയാം. അതിനപ്പുറം അവർ ക്രിസ്ത്യൻ സമൂഹത്തിലാണ് കേന്ദ്രീകരിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന രാഷ്ട്രീയമാണ്. അപ്പോൾ ഇത്തവണ അവർ എല്ലാ മണ്ഡലങ്ങളിലും കടുത്തൊരു മത്സരം ഉണ്ടാക്കാനൊന്നും അവർക്ക് അറിയില്ല, കഴിയില്ല എന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് 4 മണ്ഡലങ്ങളാണ് അവർ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്പർ 1 തൃശ്ശൂർ തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ വന്നിട്ട് ഈ സന്നാഹങ്ങളെല്ലാം ഒരുക്കിയിട്ട് തിരിച്ചു പോയത്. അത് നമുക്കറിയാം. അതിനു മുമ്പ് തയ്യാറെടുപ്പ് മീറ്റിങ്ങിന് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയൊക്കെ വന്ന് അടിത്തറയൊക്കെ പണിതിട്ടാണ് ഈ സമ്മേളനം അവിടെ തൃശ്ശൂർ നടന്നത്. അതിൽ പങ്കാളിത്തം പരമാവധി കൊണ്ടുവരാൻ BJP ശ്രമിച്ചിട്ടുമുണ്ട്. പിന്നെ അവർ കാണുന്ന 2ാമത്തെ ചാൻസ് മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത, BJP കേരളത്തിൽ 2ാം സ്ഥാനത്ത് തുടർച്ചയായിട്ട് 2 തവണ റണ്ണർ അപ്പിൽ വന്നിട്ട് LDFനെ 3ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിയ ഏക മണ്ഡലം തിരുവനന്തപുരമാണ്. തരൂർ 3 തവണ ജയിച്ചു. 4ാം തവണയും ശശി തരൂർ ജനിച്ചവരെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും? കാരണം 2 തവണ 2014 O രാജഗോപാലും 2019 കുമ്മനം രാജശേഖരനും 2ാം സ്ഥാനത്ത് വരികയും LDFനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയും ചെയ്ത മണ്ഡലമാണ് തിരുവനന്തപുരം. അതിനെ പിന്നിൽ കാരണങ്ങൾ വേറെയുണ്ട്. ഞാൻ അതിൻ്റെ വിശദമായ അതിലേക്ക് ഞങ്ങൾ വരാം. ഇപ്പോൾ ആമുഖമായിട്ട് ഇത് പറയുകയാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്ന തിരുവനന്തപുരമാണ്. സ്ഥാനാർത്ഥി ആരാണ് എന്നതിലെ ഒരു പ്രധാന വിഷയമാണ്. ഇപ്പം വരെ തിരുവനന്തപുരത്ത് ആരായിരിക്കും BJP സ്ഥാനാർത്ഥി എന്ന് BJP ക്യാമ്പുകൾ കൃത്യമായിട്ടൊരു സൂചനയും നൽകിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം അവർ പറയുന്നുണ്ട്, there will be a surprise candidate. തിരുവനന്തപുരത്ത് ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് വന്നിരിക്കും BJPക്ക് എന്ന് BJP സൂചന നൽകുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതാരായിരിക്കും? അതിന് പ്രായം കൊണ്ട് വളരെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള O രാജഗോപാലോ അല്ലെ തനി സംഖ്യയായ പൊതുജന
പിന്നെ സമിതി രാജഗോപാലിനെ പോലെ ഇല്ലാത്ത കുമ്മനത്തിനെയോ വീണ്ടും നിർത്താൻ യാതൊരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഒരു പുതിയ മുഖമായിരിക്കും തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് വരിക. അത് ചിലപ്പോൾ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുന്നത വ്യക്തിത്വമാവാം. അവിടെയാണ് അവർ സർപ്രൈസ് ഇലമെന്റ് അവിടെയാണ് അവർ BJP വർക്കൗട്ട് ചെയ്തത്. നമുക്കത് കാത്തിരുന്ന് കാണാം. 3 പത്തനംതിട്ടയാണ്. പത്തനംതിട്ട പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു മണ്ഡലമാണ്. അവിടെ ശബരിമല പ്രക്ഷോഭ നായകനായിട്ട് വിലസി നിന്ന കെ. സുരേന്ദ്രൻ വിചാരിച്ചു അങ്ങ് ജയിച്ചു കളയാമെന്ന്. ശബരിമല വിഷയത്തിൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ, ഹിന്ദു സ്ത്രീകൾ ഉൾപ്പെടെ വോട്ട് ചെയ്യും, ഞാനങ്ങ് ജയിക്കുമെന്ന് വിചാരിച്ച സുരേന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും കോന്നി അസംബ്ലി മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ട് സുരേന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി. അതുകൊണ്ട് പത്തനംതിട്ട ഒരു പ്രതീക്ഷ BJP വെക്കണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതെ, BJPയുടെ പ്രതീക്ഷയാണ്, നമ്മൾ പറയുന്ന വിലയിരുത്തലല്ല. അവരുടെ പ്രതീക്ഷയിൽ തൃശ്ശൂരും തിരുവനന്തപുരവും പോലെ ഒരു പ്രതീക്ഷ പോലും അവർക്ക് പത്തനംതിട്ടയിൽ വെക്കാൻ കഴിയില്ല. 4 ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ജയിച്ചു. തുടർച്ചയായി ഇടതുപക്ഷത്തിൻ്റെ MP ആയിരുന്ന CPM-ലെ A. സമ്പത്തിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അവിടുത്തെ വോട്ടർമാർക്ക് നിലവിലുള്ള LDF MP-യോടൊരു മതിപ്പില്ലായ്മ വന്നിരുന്ന ഒരു അന്തരീക്ഷമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. തുടർച്ചയായിട്ട് 3-4 തവണ MP ആയിട്ട് പോലും മണ്ഡലത്തിൽ അദ്ദേഹം ജനങ്ങൾ പ്രതീക്ഷിച്ചതൊക്കെ ചെയ്തോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വന്ന ആ ഒരു ലൂപ്പ് ഹോളിൽ കൂടെയാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ജനകീയ കോൺഗ്രസ് നേതാവ് കടന്നു കയറിയത്, MP ആയത്. പിന്നെ ശക്തമായൊരു മത്സരം ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചു, BJPയുടെ തീപ്പൊരി നേതാവ്. അവർ പിടിച്ച വോട്ട് ശതമാനമൊക്കെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ പറയാം. അത് അടൂർ പ്രകാശിന് ഗുണകരമായി സമ്പത്തിൻ്റെ വോട്ടുകൾ ചോർന്നു പോകാൻ കാരണമായി എന്നതും മറ്റൊരു വിലയിരുത്തലാണ്. കാരണം ഓരോ മണ്ഡലത്തിനും അതിൻ്റെതായ ഒരു പൊളിറ്റിക്കൽ ജിയോഗ്രഫി ഉണ്ട്. ആ പൊളിറ്റിക്കൽ ജിയോഗ്രഫി മനസ്സിലാക്കാതെ നമ്മൾ വിലയിരുത്തിയാൽ നമ്മുടെ വിലയിരുത്തൽ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം തൃശ്ശൂരല്ല തിരുവനന്തപുരം, തൃശ്ശൂരിൻ്റെ പൊളിറ്റിക്കൽ ജിയോഗ്രഫി അല്ല തിരുവനന്തപുരത്തിൻ്റേത്, തിരുവനന്തപുരത്തിൻ്റെ ജിയോഗ്രഫി അല്ല പത്തനംതിട്ടയുടേത്, പത്തനംതിട്ടയുടെ ജിയോഗ്രഫി അല്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ. ഈ 4ഉം വ്യത്യസ്തമാണ്, വെരി ഡിഫറെൻ്റ് ആണ്. അത് പഠിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ ഊഹാപോഹം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തെ ഇങ്ങനെ കാണുന്നത്. BJPക്ക് കേരളത്തിൽ നിന്നൊരു MP ഉണ്ടാകുമോ?